അപകടത്തിൽപ്പെട്ട് മരിക്കുമെന്ന് തോന്നിയപ്പോ അവിടുത്തെ മുഖത്ത് നോക്കിയ ഞാൻ എന്റെ മാതാവേന്ന് വിളിച്ചത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എന്റെ ഓരോ ശ്വാസത്തിലും ആ വിളിയുണ്ട്. എന്റെ മാതാവേ, ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് മാതാവേ. എന്റെ അപേക്ഷ കേട്ട് എനിക്കെന്റെ ആരോഗ്യം തിരിച്ചു തരണേ മാതാവേ. എന്റെ മാതാവേ, ചെറിയങ്ങളുടെ അസുഖം എല്ലാം മാറ്റി പഴയതുപോലെ ആക്കണേ മാതാവേ. മാതാവേ, ചെറിയങ്ങളിന് അനുഗ്രഹിക്കണേ മാതാവേ. നടക്ക്. മരിച്ചവര് വർദ്ധിപ്പിക്കുന്ന കൈകളാ ജോൺസ മോളുടേത്. ഈ മാലാകുട്ടിയുടെ പിതാവിനെ ചവിട്ടാൻ ഉയർത്തിയ കാലുകൾ തളർന്നേ മതിയാവും. തല്ലാനൂങ്ങിയ കൈകൾ ഒടിഞ്ഞേ മതിയാവും. എന്നതാ ലൂക്കേത്? മാതാവിന്റെ കുട്ടിയെ ദ്രോഹിക്കാൻ ഉയർത്തിയ നാവ് പോലും തളർന്നേ മതിയാവും ജോൺസ. വെറുതെ ഓരോന്നും പറയണ്ട. നീ ഇവിടെ ഇരിക്കെ. ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു, നിന്റെ മനസ്താപം മാതാവ് കേൾക്കും. നോക്കി എന്തിനാ ചെറിയങ്ങളെ കരയുന്നത്? ആരെങ്കിലും കരയുന്നത് കണ്ട എനിക്കും കൂടെ കരച്ചില് വരും. കരയില്ലേ? ഇല്ല മോളെ, ഇനി ചെറിയങ്ങള് കരയില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. മോൾക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. ഓ, അതൊന്നും സാരമില്ല. വാ മോളെ, നമുക്കിറങ്ങാം. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. അയ്യോ, എൽസാൻഡി എവിടെ? എൽസാൻഡി മുകളിലെ മുറി കാണും. എൽസാൻഡിയോട് പോവാണെന്ന് പറഞ്ഞിട്ട് വരാവേ. കൊച്ചി കാണിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്ത് ചെയ്യുമായിരുന്നു? എൽസാൻഡിയുടെ വയറ്റില് കുഞ്ഞിന്റെ അനക്കം ഉണ്ടോന്ന് നോക്കുമായിരുന്നു. കുഞ്ഞിന്റെ അനക്കോ? കുഞ്ഞുവാവ വയറ്റിന്റെ അകത്തുണ്ടെങ്കി അത് വയറ്റിൽ കിടന്ന് കരയത്തില്ലേ? ആ ശബ്ദം ഉണ്ടോന്ന് ചെവി വെച്ച് നോക്കിയതാ. നിനക്കെന്താ ഭ്രാന്ത് വലുതും ഉണ്ടോ? എന്നതാ മോളെ? അതെ, മാതാവ് എന്നോട് പറഞ്ഞായിരുന്നു എൽസാൻഡിക്ക് കുഞ്ഞുവാവ ഉണ്ടാവാൻ പോവാണെന്ന്. മാതാവ് സ്വപ്നത്തില് കാണിച്ചു തന്നതാ. അത് നടക്കും. ആരാ ഈ അടവൊക്കെ പഠിപ്പിച്ച് നിന്നെ ഇങ്ങോട്ട് തള്ളി വിട്ടത്? അമ്മയാവാൻ പറ്റാത്തവളാണല്ലോ ഞാൻ. അപ്പൊ എന്നെ വീഴ്ത്താൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ഇത് തന്നെ. വേണ്ട. മാതാവിന്റെ ഒരു മാലാഹ കുട്ടി. നാണോ ഇല്ലല്ലോ ഇത്തരം വിഡ്ഢിത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കാൻ.
ഇറങ്ങി പോടി എന്റെ മുറിന്ന്. സത്യ എൽസാൻഡി ഞാൻ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോ മാതാവ് പറഞ്ഞു എന്നോട്. നിന്നോട് എന്റെ മുറിന്ന് പോവാനല്ലേ പറഞ്ഞത്? മോളെ മോളിപ്പോ പോയിക്കോ. കിടന്ന കിടപ്പിൽ പോലും അനങ്ങാൻ പറ്റാതിരുന്ന ലൂക്കാച്ചനാ വാക്കറുകുത്തി മാതാവിന് മുന്നിൽ ചെന്ന് മാപ്പപേക്ഷിച്ചത്. ഓ പിന്നെ പുച്ഛിക്കണ്ട നീ. ഏഞ്ചല പറഞ്ഞത്, മാതാവാ കാണിച്ചത്. ഒരു ഒരു കുഞ്ഞിനെ ചിലപ്പോ നമുക്ക് കിട്ടിയിരിക്കും. ഏഞ്ചലിന്റെ പ്രാർത്ഥന മാതാവ് കേൾക്കാതിരിക്കില്ല. ഏഞ്ചൽ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കും ഞാൻ. അവള് കാരണം ഒരു അമ്മയാകുന്നതിൽ നല്ലത് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോകുന്നതാ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ജന്മം നീ നന്നാവില്ല. അങ്ങനെ ഒരു ആവശ്യം മാത്രം ഇനി പറയണ്ട ലൂക്ക. ഏഞ്ചൽ മോളെ ഇവിടെ നിർത്താന്ന് പറഞ്ഞ അതിനെനിക്ക് താല്പര്യമില്ല. അത് വേണ്ട. ഇവിടെ ഇനി മോളെ നിർത്തണ്ടെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഇനി ഇങ്ങോട്ട് വരത്തില്ല. അത് എന്നാടി മോളെ? ചെറിയങ്കൾ അസുഖമൊക്കെ മാറിയിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാ മതി. ഇപ്പൊ എവിടെ താമസം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങള് വരുന്നത്? അതെ, വീട് എവിടെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. പപ്പയ്ക്കേ അറിയൂ. ഒന്നിങ്ങോട്ട് വാ ഇച്ചായ. എന്നാ ചായ? ഞാനൊന്ന് നോക്കട്ടെ. എൽസ, എന്നതാ? എന്നാ പറ്റി? എന്താന്നറിയില്ല, പെട്ടെന്ന് എനിക്കൊരു വയറ്റ് വേദന. അയ്യോ, എന്നാ പറ്റി എടുത്തി? എനിക്ക് വയ്യ ടെസേ. വയറുവേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യ. ഗുളികയിലിരിപ്പുണ്ടോ? അയ്യോ, എനിക്ക് ഗുളിയൊന്നും വേണ്ട. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഞാനിപ്പോ ചാവും. എടുത്തി. അയ്യോ, എന്ത് പറ്റി എൽസാൻഡി? ടെസേ, എന്നെ വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അയ്യോ, അങ്കളെ ആശുപത്രിയിൽ കൊണ്ടുപോവാ അങ്കളെ. ജയ, ഇത് വെറും ഒരു വയറ്റ് വേദന അല്ലെന്നാ തോന്നുന്നത്. ജയ, ജയ, എടുത്തി കരയാതിരിക്കെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ പോവാം. എനിക്ക് ഒട്ടും വയ്യ. ഞാനിപ്പോ ചാവും ജയ. എന്നാ പറ്റിയെന്ന് അറിയാൻ പാടില്ലല്ലോ. ബാത്റൂമിൽ എങ്ങനെ മറിഞ്ഞു വീണോ? ഒന്ന് പോയി നോക്കട്ടെ. ലൂക്ക, വേണ്ട, എഴുന്നേൽക്കണ്ട, അവിടെ ഇരിക്കേ. വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ജോൺസ. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം മാതാവ് ഒരുമിച്ച് തന്നു എന്നാ തോന്നുന്നത്. ഒന്നുമില്ല, പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളും. എന്നെ പറ്റിയെന്നറിയാൻ മേലല്ലോ. ടെസേ, എന്നതാടി? പപ്പ, എന്നതാ മോളെ, എന്നതാ? എൽസാൻഡിക്ക് ഭയങ്കര വയറുവേദന. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ പോവാ. ഇതെന്നെ പെട്ടെന്നൊരു വയറുവേദന. ദഹനത്തിന്റെ വല്ല പ്രശ്നവും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു കഴിച്ചാ അതങ്ങ് മാറിക്കോളും. ഇല്ല, എൽസാൻഡി കിടന്ന് കരയാ. ആശുപത്രിയിൽ കൊണ്ടുപോയേ പറ്റൂ. ലൂക്ക, ജയ, എൽസെടുത്തി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇനിയിപ്പോ എന്നാ ചെയ്യും? ഞങ്ങളോട് പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ഇച്ചായ മാത്രമല്ലേ ഉള്ളൂ. അത് സാരമില്ല, നീ ഇവിടെ പോയിട്ട് വാ. അമ്മച്ചി, എൽസമ്മച്ചി ഭയങ്കര കരച്ചിലാ. നടക്കാൻ പോലും വയ്യ. ടെസേ, നീ റെഡിയാവ്. ഇച്ചായം മാത്രം പോയാൽ പറ്റത്തില്ല. ടെസാൻഡി പോയാ ചെറിയങ്കൾ ഒറ്റയ്ക്കായി പോകത്തില്ലേ? ഞാനിപ്പോ ചാവും. ജയ, ജയ, ഒരു 5 മിനിറ്റ്. ഞാനിപ്പോ ഡ്രസ് മാറ്റിയിട്ട് വരാം. ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട. വേണ്ട ടെസേ, ഇവിടെ ലൂക്കയുടെ അടുത്ത് ആള് വേണം. ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇച്ചായന് വണ്ടി ഓടിക്കണ്ടേ? അവള് കൂടെ വരും. അത് വേണ്ട, നീ പതുക്കൊന്ന് കാറിക്കറ്. അങ്കിളെ, ഞാൻ
ഞാനും കൂടി വരട്ടെ? മോള് വന്നിട്ട് എന്നത്തിനാ? സോളമ, ഞങ്ങളും കൂടി ആശുപത്രിയിലേക്ക് വരാം. വണ്ടി ഞാൻ ഓടിച്ചോളാം. ആശുപത്രിയിലാക്കിയിട്ട് ഞങ്ങൾ പൊക്കോളാം. എന്നാലും മതി. ഒന്ന് ചെല്ലു ജോൺസാ. ഒന്ന് വേഗം വാ, സോളമ, ചായ. വേഗം വാ. നടക്കാം. അയ്യോ, ചെറിയങ്ങളെ ഞാൻ പോവാ. വേഗം എല്ലാം ശരിയാവും കേട്ടോ. ഉമ്മ. അയ്യോ. അയ്യോ, ഈ ചായ എനിക്ക് വയ്യ. മോള് ഇവിടെ കയറാം. പോട്ടെ തക്കടും മോളെ. എന്റെ മാതാവേ, കാത്തോളണേ മാതാവേ. സത്യത്തിൽ ഇതെനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. എൽസ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ. എന്നതാ ഡോക്ടറെ? ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെന്റ് പോലും നിങ്ങൾ നിർത്തിയിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ലേ? പ്രതീക്ഷ പോയപ്പോ പിന്നെ അങ്ങ് മടിച്ചു. പക്ഷെ ഇപ്പോ അപ്രതീക്ഷിതമായി അത് സംഭവിച്ചിരിക്കുന്നു. എൽസ പ്രഗ്നന്റ് ആണ്. ഏഴ് വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലം. ട്രീറ്റ്മെന്റ് പോലും ഇല്ലാതെ എൽസ ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ മാതാവേ, ഇത് വല്ലാത്തൊരു സന്തോഷമായി പോയി. ഞാനിത് എൽസോട് ചെന്ന് പറയട്ടെ ഡോക്ടറെ. ഏയ്, ഇതെങ്ങോട്ട് പോവാ? ഒന്നിരിക്കു സോളമ്മ. എന്നതാ ഡോക്ടറെ? നേരത്തെ സോളമൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു പ്രഗ്നൻസി. അതുകൊണ്ട് തന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ കൂടിയുള്ളതുകൊണ്ട് എൽസ അത് ശ്രദ്ധിച്ചിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ആ അശ്രദ്ധ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു സിംറ്റം അതാണ് ഈ സ്റ്റൊമക് പെയിൻ. ഈ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോ ഒരു മിസ്കാരേജിന്റെ ലക്ഷണമാണ് കാണുന്നത്. ദാറ്റ് മേ ലീഡ് ടു ആൻ അബോർഷൻ. മിസ്കാരേജ് പൊസിഷനിലേക്ക് ഒരു പ്രഗ്നൻസി നീങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാന്ന് പറയുന്നത് 99% നടക്കുന്ന കാര്യമല്ല. ബാക്കിയുള്ള 1% അതീ കുഞ്ഞിനെ നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായ ഇനിയൊരു പ്രഗ്നൻസിക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇനിയിപ്പോ എന്നതാ ഡോക്ടർ ചെയ്യാൻ പറ്റുന്നത്? അടുത്ത ഒരാഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാനും ചെയ്യാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ വലിയ പേടിയൊന്നും വേണ്ട. പ്രഗ്നന്റ് ആണെന്ന് വിവരം എൽസി അറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കണ്ട. പ്രതീക്ഷ കൊടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയാ അവക്കത് സഹിക്കാനാവില്ല. അതെങ്ങനെയാ സോളമ പറയാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു. സോളമൻ തന്നെ എൽസയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനിതെങ്ങനെയാ ഡോക്ടറെ? സോളമൻ എന്തായാലും എൽസയുടെ അടുത്തേക്ക് ചെല്ല. ഞാൻ വന്നോളാം. എൽസാൻഡി അങ്കിള് വന്നു. വേണ്ട, കിടന്നു. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ എടുത്തപ്പോ വേദന കുറഞ്ഞു. ഡോക്ടർ പൊക്കോളാൻ പറഞ്ഞു അങ്കിളെ. ആ, പോകാം. കുറച്ചുകൂടെ കഴിയട്ടെ. ഡോക്ടർ എന്താ പറഞ്ഞത്? അത്
ഏഞ്ചൽ മോളുടെ പ്രാർത്ഥന മാതാവ് കേട്ടെന്ന് പറഞ്ഞു. എൽസെ, നീ ഒരു അമ്മയാകാൻ പോവാന്ന്. ഞാനൊരു അച്ഛനാകാൻ പോവാന്ന്. ഏഞ്ചൽ മോളെ, മോളുടെ പ്രാർത്ഥന മാതാവ് കേട്ടു. എന്റെ മാതാവേ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞത് മാതാവ് കേട്ടല്ലോ. സോളമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഡോക്ടറെ, ഞാനിപ്പോ വരാവേ. എൽസെ, ഉള്ള കാര്യം തുറന്നങ്ങ് പറയാം. പ്രഗ്നൻസി സിംറ്റംസ് ഒന്നും എൽസ ശ്രദ്ധിക്കാതിരുന്നത് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ഒരാഴ്ച കാലത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്നല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. എൽസയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇപ്പൊ കൺസീവ് ആയിരിക്കുന്നത്. സോ ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ ഇനി ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യം പാടാണ്. വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയേ. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞ ബെഡ് റെസ്റ്റ് തന്നെ വേണം ഈ ഒരാഴ്ച. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യില്. എല്ലാം ഞാൻ സോളമനോട് പറഞ്ഞിട്ടുണ്ട്. കരയില്ല എൽസാൻഡി, കുഞ്ഞുവാവയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അങ്കിളെ, എൽസാൻഡിയോട് കരയില്ലെന്ന് പറ അങ്കിളെ. കരയല്ലേ, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. എനിക്ക് കുഞ്ഞിനെ വേണം ഇച്ചായ. അതിനു വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നിന്റെ വയറ്റിൽ ഇപ്പൊ വളരുന്നത് ദൈവത്തിന്റെ സമ്മാനം. അത് നമുക്ക് വിധിക്കപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കുന്നത് മാതാവാ. ഞാൻ എന്നെ വേണം ഇച്ചായം പറ, അത് ഞാൻ ചെയ്യാം. എൽസാൻഡി, നമുക്ക് കപ്പേളയിൽ പോയി മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കാം. എൽസാൻഡി വരണം കപ്പേളയില്. അവിടെ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഒരു കുഴപ്പവും വരാതെ മാതാവ് നോക്കിക്കോളും. ഇച്ചായ, നമുക്ക് കപ്പേളയിൽ പോയി പ്രാർത്ഥിക്കാം ഇച്ചായ. എൽസെ, സത്യമാണോ നീ പറയുന്നേ? സത്യമാണ്. എനിക്ക് വിശ്വാസമായി മോളെ. ഈ മോള് പ്രാർത്ഥിക്കുന്ന മാതാവിനെ എനിക്ക് വിശ്വാസമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണം ഇച്ചായ. പോകാം, ഇപ്പൊ തന്നെ പോവാം. നമുക്ക് ഏഞ്ചൽ മോളെയും കൊണ്ടുപോവാം. അയ്യോ മോളെ, ഈ ആന്റി കാല് വെച്ച് തട്ടിയിട്ടതാ. ഞങ്ങളുടെ സാറയുടെ മരണത്തിന് കാരണം നീ മാത്രമാ.
കൊച്ചുങ്ങളെ അവരുടെ അമ്മച്ചിമാരെടുക്കുമ്പോഴും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും സങ്കടം തോന്നുമായിരിക്കും അല്ലേ? സങ്കടം വരും. പാവം, ഭാഗ്യം ഇല്ലാത്തോണ്ടാ മോൾക്ക് മോളുടെ അമ്മച്ചിയെ കാണാൻ പറ്റാതെ പോയത്. ഡീ, നീ എന്നത്തിനാ തക്കുടുവിന്റെ വായി നോക്കി ഇരിക്കുന്നേ? വേണമെങ്കിൽ വാരി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടി. ദാ മോളുടെ ബുൾസയും പാലും കൊള്ളാമോന്നൊന്ന് നോക്കിയേ. ഏഞ്ചൽ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കും ഞാൻ. ഇത് കത്തിക്കൽ സാൻഡി. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണേ മാതാവേ.